എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ചിലത് വേഗത്തിൽ നടക്കും, ചിലത് വൈകും, ചിലത് നമ്മൾ ആഗ്രഹിച്ചിട്ടും സംഭവിക്കാതെ പോകും. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം കാര്യങ്ങൾ വൈകുന്നത് എന്ന്. ഇതിനൊരു മറുപടി കണ്ടെത്താൻ പലരും വിവിധ മാർഗങ്ങൾ തേടാറുണ്ട്. ജ്യോതിഷം, സംഖ്യാശാസ്ത്രം, ദൈവവിശ്വാസം. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ആശയത്തെക്കുറിച്ചാണ്. അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന ആശയം. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഒരു സാധാരണ പ്രഡിക്ഷൻ അല്ല. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിയെ സ്പർശിക്കുന്ന ഒരു അനുഭവമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ യാദൃശ്ചികമല്ല. ഇതിന് പിന്നിൽ ഒരു ശക്തിയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കാം. ഒന്ന്, പച്ച നിറത്തിലുള്ള ചടുലമായ ഒരു ജീവി, അതായത് പുൽച്ചാടി. രണ്ടാമത്തേത് ശാന്തവും സൂക്ഷ്മവുമായ ഒരു സാന്നിധ്യം, മാടത്ത. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൂടുതൽ ആകർഷണമുണ്ടാക്കും. നിങ്ങൾ അധികം ചിന്തിക്കാതെ നിങ്ങളുടെ ഹൃദയം പറഞ്ഞത് കേട്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തൂ. കാരണം നിങ്ങളുടെ ആത്മാവാണ് ശരിയായ മറുപടി അറിയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ചിത്രം നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയും നിങ്ങളുടെ മനസ്സിൻ്റെ സ്വഭാവവും നിങ്ങളുടെ വരാനിരിക്കുന്ന സംഭവങ്ങളും എല്ലാം വെളിപ്പെടുത്തും. ഒരു ചെറിയ അഭ്യർത്ഥന: നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവ് മനസ്സോടെ കാണുക. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങൾ സ്വീകരിക്കുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം മനസ്സിൽ ഉറപ്പിച്ചു പിടിക്കൂ. നമുക്കതിൻ്റെ രഹസ്യങ്ങൾ തുറന്നു നോക്കാം. ഇതിനോടകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഓരോ ചിത്രത്തിൻ്റെയും ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ പുൽച്ചാടിയെ തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. പുൽച്ചാടിയെ തിരഞ്ഞെടുത്ത നിങ്ങൾ വളരെ പ്രത്യേകമായ ഒരു ആത്മാവാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വാഭാവിക ശുദ്ധിയുണ്ട്. നിങ്ങൾക്ക് ആരെയും വഞ്ചിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് കപടത ഇഷ്ടമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ സത്യസന്ധതയാണ്. നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് അതാണ് പുറത്തു കാണിക്കുന്നത്. നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. കാരണം ഈ ലോകം എല്ലായ്പ്പോഴും സത്യസന്ധരോട് സൗഹൃദപരമല്ല. ചിലർ നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ ദുർബലതയായി കാണും. നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കും. പലപ്പോഴും നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിരിക്കാം: ഞാൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചിന്ത. അതിൻ്റെ മറുപടി ഇതാണ്: നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം ഒരു പരീക്ഷണമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി പരിശോധിക്കുന്ന ഒരു ഘട്ടം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഒരാൾ വിഷമത്തിലായാൽ നിങ്ങൾക്കത് സഹിക്കാനാകില്ല. നിങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടേതായി ഏറ്റെടുക്കും. ഇതൊരു അനുഗ്രഹവുമാണ്. എന്നാൽ ഒരുപാട് സമയങ്ങളിൽ ഇത് നിങ്ങളുടെ ദുർബലതയായി മാറും. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് മറ്റുള്ളവർക്കായി ജീവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തിലും ചിലപ്പോൾ ഇതിൻ്റെ പ്രതിഫലം കാണാം. നിങ്ങൾ അധികം ത്യാഗം ചെയ്യുന്നതിനാൽ ചിലർ അതിനെ വിലമതിക്കാതെ പോകാം. ഇപ്പോൾ ഒരു പ്രധാന സന്ദേശമുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടിൽ ഒരാളുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ. പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ എനർജിയെ ബാധിക്കുന്നുണ്ട്. നേരിട്ടല്ലെങ്കിലും അവരുടെ ചിന്തകൾ, അവരുടെ അസൂയ, ഇവ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യത്തിൽ ജാഗ്രത വേണം. നിങ്ങളുടെ സ്വപ്നങ്ങളും പദ്ധതികളും എല്ലാവരോടും പങ്കുവെക്കേണ്ടതില്ല.
ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കുക. ഇപ്പോൾ ഇനി നല്ല ഭാഗത്തേക്ക് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം അടുത്തു തന്നെ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ ഏറെ കാലമായി കാത്തിരുന്ന ഒരു ബന്ധം, ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി, ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം അനുഭവപ്പെടും. നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നിയിരുന്ന എല്ലാ നിമിഷങ്ങളും അപ്രത്യക്ഷമാകും. അടുത്ത 21 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് പുതിയ ആളുകളെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം പറഞ്ഞത് കേൾക്കുക. ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല, ഒരു സ്ഥിരതയും കൊണ്ടുവരും. നിങ്ങളുടെ എനർജി ഇപ്പോൾ സ്ലോലി ഷിഫ്റ്റ് ആകുന്നുണ്ട്. നിങ്ങൾ നേരിട്ട എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇനി നിങ്ങൾക്കായി ചെറിയൊരു നിർദ്ദേശം. ഇത് നിങ്ങൾ തീർച്ചയായും പാലിക്കാൻ ശ്രമിക്കുക. അതായത്, രാവിലെ എഴുന്നേറ്റതിനു ശേഷം എല്ലാ ദിവസവും നിങ്ങൾ ഇത് പാലിക്കുക. രാവിലെ എഴുന്നേറ്റതിനു ശേഷം നിങ്ങൾ വളരെ കാലമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം മനസ്സിൽ കാണുക. അത് ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിൽ കാണുക. അതിനെ അനുഭവിക്കുക. ആ സന്തോഷം, നിങ്ങൾക്ക് ആ കാര്യം ലഭിച്ചതിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള സന്തോഷം നിങ്ങൾ അനുഭവിക്കുക. അതിനുശേഷം പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. ഈ ഒരു ശീലം ഇനി നാളെ മുതൽ നിങ്ങൾ തുടർന്നു പോവുക. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം ഈ പ്രപഞ്ചം യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. ഇനി അടുത്തതായി മാടത്തയെ തിരഞ്ഞെടുത്തവരുടെ ഫലമാണ്. മാടത്ത തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ശക്തി ഒളിഞ്ഞിരിക്കുന്നു. പുറത്തുനിന്ന് നിങ്ങളെ നോക്കുമ്പോൾ സാധാരണയെന്ന് തോന്നാം. പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ ആഴം മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയില്ല. നിങ്ങൾ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അസാധാരണ കഴിവുള്ള വ്യക്തിയാണ്. ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പേടിച്ച് പിന്മാറുന്നവർ അല്ല, മറിച്ച് ആ പ്രശ്നത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി കണ്ടെത്തുന്നവർ ആണ്. എന്നാൽ ഈ ശക്തിയുടെ പിന്നിൽ ഒരു സത്യമുണ്ട്. നിങ്ങളുടെ മനസ്സ് വളരെ ലോലമാണ്. പുറമേ കാണുമ്പോൾ നിങ്ങൾ ശക്തനാണ് എന്ന് തോന്നിപ്പിക്കാം. പക്ഷേ ഉള്ളിൽ നിങ്ങൾ വളരെ സ്നേഹവും കരുതലും നിറഞ്ഞ ഒരാളാണ്. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളുകൾ അവർ പറഞ്ഞ ചെറിയ വാക്കുകൾ പോലും നിങ്ങളെ ഏറെയധികം ബാധിക്കും. ഒരു ചെറിയ അവഗണന, ഒരു ചെറിയ ദൂരത, അതായത് അവർ നിങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് തോന്നൽ, ഇതൊക്കെ നിങ്ങൾക്ക് വലിയ വിഷമമായി തോന്നും. ഇത് നിങ്ങളുടെ ദുർബലതയല്ല, ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ സത്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നവരെ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ പെരുമാറ്റം നിങ്ങളെ ഇങ്ങനെ ബാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘട്ടമാണ് വരാനിരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റും ചില നെഗറ്റീവ് എനർജി ഉണ്ട്. അത് നേരിട്ട് കാണാനാവില്ല, പക്ഷേ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോൾ അതിന് തടസ്സം വരുന്നത്, നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ആരോ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സാഹചര്യം, ഇത് ചിലരുടെ അസൂയ കൊണ്ടും ചിലരുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളാലും ഉണ്ടാകുന്ന ഒന്നാണ്. അതുകൊണ്ടിപ്പോൾ നിങ്ങൾക്ക് ഒരു നിർദ്ദേശമുണ്ട്. കുറച്ചു കാലത്തേക്ക് നിങ്ങളുടെ വിജയങ്ങൾ, നിങ്ങളുടെ പദ്ധതികൾ എല്ലാം വളരെ പരിമിതമായ ആളുകളോട് മാത്രം പങ്കുവെക്കുക. അതുപോലെ തന്നെ അൺനെസസറിയായ ഷോ ഓഫ് ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ എനർജി ഇപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള അവസ്ഥയിലാണ്. നിങ്ങൾക്ക് മനസ്സിലാകാതെ തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടി നിങ്ങളുടെ വളർച്ചയെ സ്ലോ ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ മറുവശം വളരെ നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായും പ്രൊഫഷണലായിട്ടും വലിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഏറെ കാലമായി കാത്തിരുന്ന ഒരു അവസരമാണ് ലഭിക്കാൻ പോകുന്നത്. അതൊരു സാധാരണ ജോലി ആയിരിക്കില്ല. നിങ്ങളുടെ കഴിവുകൾക്ക് യോജിച്ച നല്ല ശമ്പളമുള്ള, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു അവസരമായിരിക്കും.
അതുപോലെ നിങ്ങൾ വിൽക്കാൻ വച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ നല്ല വിലയ്ക്ക് വിറ്റുപോകും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സ്ലോലി ഇംപ്രൂവ് ആകും. നിങ്ങൾക്കൊരു സുരക്ഷിതത്വം അനുഭവപ്പെടും. ഇതിനു പുറമെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാലമായുള്ള ഒരു ആഗ്രഹമുണ്ട്, ഒരു വാഹനം സ്വന്തമാക്കാനുള്ള ആഗ്രഹം. അത് വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പ്രത്യേകിച്ച് അടുത്ത വലിയ ഒരു ആഘോഷത്തിന് മുൻപ് നിങ്ങൾക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കണം. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ അത് നിങ്ങളുടെ എനർജിയെ എടുത്തുകളയാനുള്ള അവസരമായി അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ചെറിയ ചുവടെടുക്കുക. അത് എത്ര ചെറിയതാണെങ്കിലും അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ വിശ്വസിക്കുന്നതിലും വലുതാണ് നിങ്ങളുടെ കഴിവ്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് ഒരു പ്രിപ്പറേഷൻ ഫേസിലൂടെയാണ്. ഇനി അവസാനമായി, ഇപ്പോൾ നിങ്ങൾ ഏത് തിരഞ്ഞെടുപ്പ് ചെയ്താലും, അത് പുൽച്ചാടിയാകട്ടെ മാടത്തെയാകട്ടെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീഡിയോ ഒരു പ്രഡിക്ഷൻ മാത്രമല്ല, ഇത് നിങ്ങളുടെ ഉള്ളിലെ എനർജിയുടെ പ്രതിഫലനമാണ്. നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത്, ഈ വീഡിയോ കാണുന്നത് എല്ലാം യാദൃശ്ചികമല്ല. ഈ പ്രപഞ്ചം നിങ്ങൾക്കൊരു സന്ദേശം നൽകാൻ ശ്രമിക്കുന്നു. അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും നമ്മുടെ ശക്തി പുറത്താണ് തേടുന്നത്, പക്ഷേ യഥാർത്ഥ ശക്തി നമ്മുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, ഇവയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത്. നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് സംഭവങ്ങൾ കൂടുതൽ ആകർഷിക്കപ്പെടും. പക്ഷേ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെറിയ മാറ്റങ്ങൾ കാണാൻ കഴിയും, പിന്നീട് അത് വലിയ മാറ്റങ്ങളായി മാറും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ സത്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ കാണുക, അതിനെ അനുഭവിക്കുക. കാരണം നിങ്ങളത് ഓൾറെഡി അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചം അതിനെ യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. ഇന്ന് നിങ്ങൾ കേട്ട ഈ കാര്യങ്ങൾ ഇതൊരു മാർഗദർശനമായി സ്വീകരിക്കുക. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം എല്ലായ്പ്പോഴും നിങ്ങളുടെ കൈകളിലാണ് എന്നത് ഓർമ്മ വേണം. വിശ്വാസമുണ്ടാകണം, ക്ഷമ ഉണ്ടാകണം, നടപടി ഉണ്ടാകണം. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അവസാനമായി നിങ്ങൾക്കൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രപഞ്ചം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ സമയം വരുന്നു. നിങ്ങൾ ഏത് പ്രപഞ്ചശക്തിയിലാണോ വിശ്വസിക്കുന്നത്, അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് വിജയങ്ങൾ നേടിത്തരും. അതുപോലെ തന്നെ വിശ്വാസം ഉണ്ടാകുന്നതോടൊപ്പം പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായി ചിന്തിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. നെഗറ്റീവ് കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാതെ നിൽക്കുക. പോസിറ്റീവായി മാത്രം ജീവിതത്തെ കാണാൻ പഠിക്കുക. എങ്കിൽ നിങ്ങളുടെ വിജയം ഉറപ്പാണ്. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമ്പത്തും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.